ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് UPSC ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻസ് UPSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് UPSC ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നമുക്ക് ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ UPSC ലെവൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറേയൊക്കെ നമുക്ക് അറിയാവുന്നത് നമ്മുടെ PSCയിൽ നിരന്തരം ചോദിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യാം പഠിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു PSCയിലേക്ക് വന്നവരാണെങ്കിൽ നിങ്ങൾ ഈ റാങ്ക് ഫയലിൽ നോക്കിയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് എല്ലാ റാങ്ക് ഫയലിലും ഡിഗ്രി ലെവലിൽ റാങ്ക് ഫയൽ വാങ്ങിക്കുമ്പോഴൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുക, ആദ്യം വായിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ വായിച്ചൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതൊന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. അടിസ്ഥാനം ഉറപ്പിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനും അതുപോലെ ആൻസർ നമുക്ക് മൈൻഡിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ്. ഓക്കെ, ഒരു മിനിറ്റ്. Who was the chairman of drafting committee of the Constituent Assembly? Constituent Assembly drafting കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, BR അംബേദ്കർ, KM മുൻഷി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു അല്ലേ. BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. പറഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇപ്പോൾ പഠിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. അടുത്തത്, ഹൗ മെനി മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മെമ്പേഴ്സാണ് അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ്. 284, 294, 274, 244. ഇതിനകത്ത് എത്ര മെമ്പേഴ്സാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്തിരിക്കുന്നത്? ഇതൊരു ഫാൻസി നമ്പറാണെന്ന് ഓർക്കുക. കണ്ടോ, 284. 284 മെമ്പേഴ്സാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത്, ദ പെർമനന്റ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ്. ദ പെർമനന്റ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഡോക്ടർ അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, KM മുൻഷി, ജവഹർലാൽ നെഹ്റു. ഇതിനകത്ത് ആരായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ്? പെർമനന്റ് പ്രസിഡന്റ് ആരായിരുന്നു? എല്ലാവർക്കും അറിയാം അല്ലേ, ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പെർമനന്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലേ. പെർമനന്റ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ നോൺ കോൺഗ്രസ് മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നോൺ കോൺഗ്രസ് മെമ്പർ ആയിരുന്ന വ്യക്തി ആരാണെന്നാണ്. JB കൃപലാനി, ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, TT കൃഷ്ണമാചാരി. ഇതിൽ ആരായിരുന്നു നോൺ കോൺഗ്രസ് മെമ്പർ? ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു നോൺ കോൺഗ്രസ് മെമ്പർ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കുക. അടുത്തത്, ഹൗ മെനി മെമ്പേഴ്സ് വെയർ അസൈൻഡ് ബൈ ക്യാബിനറ്റ് മിഷൻ ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്യാൻ കാരണമായത് ക്യാബിനറ്റ് മിഷൻ വന്നതോടുകൂടിയാണ് കേട്ടോ. ഇപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ 3 പേരടങ്ങുന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? പെറ്റിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇവരായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയൊക്കെ ഫോം ചെയ്തത്. അപ്പോൾ എത്ര മെമ്പേഴ്സിനെയാണ് ഇതിനകത്തേക്ക് അസൈൻ ചെയ്തിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 300, 309, 450, 296. ഇതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ക്യാബിനറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ? ആൻസർ എത്രയാണ്? 296 മെമ്പേഴ്സ് ആയിരുന്നു. എത്രയാണ്? 296 മെമ്പേഴ്സ്. നേരത്തെ നമ്മളൊരു നമ്പർ പഠിച്ചു, ഏതായിരുന്നു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര മെമ്പേഴ്സാണ് സൈൻ ചെയ്തിരുന്നത് അല്ലേ.
അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു ഒരു ഫാൻസി നമ്പർ ആണ്. എത്രയായിരുന്നു? 284 ആയിരുന്നു. അടുത്ത ഓക്കെ, വാട്ട് വാസ് ദ ഡ്യൂറേഷൻ ഓഫ് മേക്കിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിംഗ് എത്ര ഡ്യൂറേഷൻ ആയിരുന്നു എന്നാണ്. 1 year 10 month 12 days, 2 year 10 month 5 days, 2 year 11 month 18 days, 3 years 6 month and 7 days. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? 2 years 11 month and 18 days ആണ്. 2 years 11 months and 18 days. ഇത്രയും ദിവസം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ ഇന്ത്യയുടേത്. അപ്പോൾ അത് എഴുതി തീർത്തത്. Which of the following gave the idea of Constituent Assembly for India? ആരാണ് എന്ത് ചെയ്തത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഐഡിയ നമുക്ക് തന്നത്. സൈമൺ കമ്മീഷനാണോ, രാജാജി ഫോർമുലയാണോ, ക്യാബിനറ്റ് മിഷനാണോ, ക്യാബിനറ്റ് മിഷൻ പ്ലാനാണോ, വീവൽ പ്ലാനാണോ? നിങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക? ക്യാബിനറ്റ് മിഷൻ പ്ലാനാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേവ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർ ഇന്ത്യ? ക്യാബിനറ്റ് മിഷൻ പ്ലാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് എനാക്റ്റഡ് on 26 November 1949 by the Constituent Assembly, Parliament of India, President of India, British Parliament. The Constitution of India was enacted on 26 November 1949 by the Constituent Assembly, Parliament of India, President of India, British Parliament. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഡേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? November 26 November 1949 എന്ന് പറയുന്നത്. ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മുടെ ആമുഖത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഡേറ്റ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ November 26 എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടനാ ദിനം അതുപോലെ നിയമദിനമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നിയമമാക്കിയില്ലേ, അത് ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണോ, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആണോ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ, ബ്രിട്ടീഷ് പാർലമെന്റ് ആണോ? ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണല്ലേ. നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അടുത്തത്, when did the Indian Constituent Assembly meet for the first time? ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു? 26 January 1950, 15 August 1947, 9 December 1946, 19 November 1949. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മീറ്റിംഗ് എന്നായിരുന്നു? പഠിച്ചേക്കുക. 9 December 1946 ആണ്. 9 December 1946. ഓക്കെ, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മീറ്റിംഗ് എന്നായിരുന്നു? 9 December 1946. അടുത്തത്, The Constitution of India was completed by which of the following dates? എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തത്? കംപ്ലീറ്റ് ആയത് January 26, 1950, November 26, 1949, February 11, 1949, none of the above. ഇതിൽ ഏത് ഡേറ്റിലാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയത്? November 26, 1949 ഏതാണ്? November 26, 1949 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തത്? കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. പക്ഷെ എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് January 26, 1915 മുതലാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, The proposal for framing of Constitution of India by an elected Constituent Assembly was made by. The proposal for framing the Constitution of India by an elected Constituent Assembly was made by Simon Commission, Government of India Act 1935, Cripps Mission, British Cabinet Delegation. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചത് ആരാണ്? സൈമൺ കമ്മീഷനാണോ? സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 1928 കേട്ടോ സൈമൺ കമ്മീഷൻ. അടുത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണോ? ക്രിപ്സ് മിഷൻ ആണോ? ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഡെലിഗേഷൻ ആണോ? ആൻസർ ഏതാ വരിക? ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഡെലിഗേഷൻ ആണ് വരിക കേട്ടോ. ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഡെലിഗേഷൻ. അടുത്ത നോക്കിയേ, ഹൂ ഓഫ് ദി ഫോളോയിങ് ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോ
been set in right mold of federalism? Who of the following has stated that the constitution has not been set in a right mold of federalism? D.D. Basu, K.M. Munshi, B.R. Ambedkar, A.K. Iyer. ഇതിൽ ആരാണ് പറഞ്ഞത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോട്ട് ബീൻ സെറ്റ് ഇൻ എ റൈറ്റ് മോൾഡ് ഓഫ് ഫെഡറലിസം? ഈ ഒരു കാര്യം പറഞ്ഞത് ആരാണ്? എ കെ അയ്യർ ആണ്. എ കെ അയ്യർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഓഫ് ദ ഫോളോയിങ് മൂവ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത് ആരാണ്? ഓക്കെ, ബി ആർ അംബേദ്കർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സി ഡി ദേശ്മുഖ്. ഇതിൽ ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? ലക്ഷ്യപ്രമേയം കേട്ടോ. ലക്ഷ്യപ്രമേയം മൂവ് ചെയ്തത് ആരാണ്? അവതരിപ്പിച്ചത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നെ എന്താവുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അടുത്തത്, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 7 ആണോ, 9 ആണോ, 11 ആണോ, 13 ആണോ? എത്ര മെമ്പേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എത്ര മെമ്പേഴ്സാണ്? 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 7 മെമ്പേഴ്സാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അടുത്തത്, draft of Indian Constitution was prepared by Sri B.N. Rao, advisor to the Constituent Assembly, Sir Alladi Krishnaswamy Iyer, Chairman Constituent Drafting Committee, Dr. B.R. Ambedkar, Union Law Minister, Jawaharlal Nehru, Prime Minister. ഫസ്റ്റ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? സർ ബി എൻ റാവു ആണ്. ആരാണ്? സർ ബി എൻ റാവു ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻസർ എന്താണ്? സർ ബി എൻ റാവു, അഡ്വൈസർ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, ഉപദേശകനായിരുന്നു കേട്ടോ, നിയമോപദേശകനായിരുന്നു ബി എൻ റാവു എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ നിയമോപദേശകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബി എൻ റാവു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Consider the following statement regarding the composition of the Constituent Assembly. The representatives were to be elected from the 4 constituents: Hindu, Muslim, Sikh and Christian. Second sentence idana. The chairman of Union Constitution Committee was Sardar Vallabhbhai Patel. Third, the total strength of the Constituent Assembly was 389. The drafting committee under the chairmanship of Dr. B.R. Ambedkar considered of 8 members. അപ്പോൾ ഇതിനകത്ത് which of these are correct? ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്? 1, 2, 3 and 4, 1, 2 and 4, 3 only, 1 only. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. നോക്കിയേ, the representatives were to be elected from 4 constituents: Hindu, Muslim, Sikh and Christian. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതിനെ എലക്ട് ചെയ്തിരിക്കുന്നത് ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ ഇങ്ങനെ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണ് കേട്ടോ. ശരിക്കും മുസ്ലിം, സിഖ് പിന്നെ അതേഴ്സ് ആ ഒരു രീതിയിലായിരുന്നു എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് മെമ്പേഴ്സിനെ എടുത്തിരുന്നത്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഒന്നാമത്തത് തെറ്റാണ്. അടുത്തത്, ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കമ്മിറ്റി വാസ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ശരിയാണോ? അല്ല. ആരായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്ന ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. ഓക്കെ, അതാരായിരുന്നു? നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇതും തെറ്റ്. അടുത്തത്, ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് 389. അതൊക്കെ എന്താണ്? കറക്റ്റാണ്. 389 ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ ബി ആർ അംബേദ്കർ കൺസിഡേർഡ് ഓഫ് 8 മെമ്പേഴ്സ്. 8 മെമ്പേഴ്സ് ആയിരുന്നോ? നേരത്തെ പറഞ്ഞുള്ളൂ. എത്രയാണ്? 7 മെമ്പേഴ്സ് ആയിരുന്നു. 7 മെമ്പേഴ്സ്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ആൻസർ 3 ഒള്ളിയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 3 മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. നോക്കിയേ, മാച്ച് ലിസ്റ്റ് 1 and list 2 and select the correct answer using the codes given below.
നോക്കിയോ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാമേ. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പിന്നെ പ്രൊവിഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കമ്മിറ്റി എന്നുള്ള ലിസ്റ്റിലുള്ളത്. അടുത്ത അതിൻ്റെയൊക്കെ ചെയർമാൻമാരാണ് ലിസ്റ്റ് 2-ൽ വരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി, ജവഹർലാൽ നെഹ്റു. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ആരാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണെന്ന് നോക്കണം. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി, എയുടെ അവിടെ ആൻസർ വരിക 2 ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. നമുക്കറിയാം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഹെഡ് എന്ന് പറയുന്നത്, അല്ലേ? പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുക? സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക എന്ന് മാത്രം ഓർത്താൽ മതി. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി അതിൻ്റെ ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. അടുത്തത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ആൻസർ ഒന്ന് നോക്കാം. A2 B3 വരണം. ഓക്കെ, A2 B3 നോക്കിയേ. C4 D1 ആണ്. C4 D1. ആൻസർ ഏതാ വരിക? A ആണ് വരിക. ഒന്നും കൂടി നമുക്ക് നോക്കിയിട്ട് പോവാം. സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി ആരാണ്? JB കൃപലാനി ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് എലക്റ്റഡ് ആസ് ദ പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, ഫസ്റ്റ് ഇതാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് എലക്റ്റഡ് ആസ് ദ പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ താൽക്കാലിക പ്രസിഡന്റായിട്ട് നിയമിതനായതായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അടുത്തത് HC മുഖർജി വാസ് എലക്റ്റഡ് ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ ആരായിരുന്നു? HC മുഖർജി ആയിരുന്നു. രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1 ഒള്ളിയാണോ, 2 ഒള്ളിയാണോ, ബോത്ത് 1 and 2 ആണോ, നെയ്ത് 1 nor 2 ആണോ? അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് നോക്കി. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് എലക്റ്റഡ് ആസ് ദ പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ താൽക്കാലിക പ്രസിഡന്റായിട്ട് ആദ്യം തിരഞ്ഞെടുത്ത ആരെയായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതെന്താണ്? കറക്റ്റാണ്. അടുത്തത് HC മുഖർജി വാസ് എലക്റ്റഡ് ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷനായ ഒരാളായിരുന്നു HC മുഖർജി. വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, VT കൃഷ്ണമാചാരി ആയിരുന്നു മറ്റൊരു ഉപാധ്യക്ഷൻ. അപ്പോൾ ഇവിടെ രണ്ടും കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ബോത്ത് 1 and 2 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതാ നോക്കിയേ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് മാച്ച് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. ലിസ്റ്റ് 1-ൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അടുത്തത് ഒറിജിനലി ദ ഓൺലി കോൺഗ്രസ് മെമ്പർ ഓഫ് ഡ്രാഫ്റ്റ് കമ്മിറ്റി. സെക്കൻഡ്, മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റെപ്രസെൻറ്റിംഗ് രാജസ്ഥാൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ലാസ്റ്റ് വൺ, ചെയർമാൻ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ലിസ്റ്റ് 2 ഞാൻ വായിക്കാം. VT കൃഷ്ണമാചാരി, ജവഹർലാൽ നെഹ്റു, KM മുൻഷി, HC മുഖർജി. അപ്പോൾ ഇതിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നോക്കിയേ. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റ്സ് ആരൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? HC മുഖർജിയും പിന്നെ VT കൃഷ്ണമാചാരിയുമായിരുന്നു ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? HC മുഖർജി ആയിരുന്നു. അപ്പോൾ ആൻസർ 4 വരിക. 4 വരും. അടുത്തത്, ഒറിജിനലി ദ ഓൺലി കോൺഗ്രസ് മെമ്പർ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒരു കോൺഗ്രസ് മെമ്പർ ആരായിരുന്നു? KM മുൻഷി ആയിരുന്നു. അപ്പോൾ ഇത് 3 വരും. അടുത്തതോ, മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റെപ്രസെൻറ്റിംഗ് രാജസ്ഥാൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റെപ്രസെൻറ്റിംഗ് രാജസ്ഥാൻ പ്രിൻസ്ലി സ്റ്റേറ്റ് ആരാണ്? VT കൃഷ്ണമാചാരിയാണ്.
അപ്പോൾ അത് 1 വരും. അടുത്തതോ ചെയർമാൻ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ചെയർമാൻ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അത് നമ്മൾ പഠിച്ചതാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ A 4 വരും, B 3 വരും, C 1 വരും, D 2 വരും. നോക്കാം. A 4, B 3 അല്ലേ, D 2. അപ്പോൾ ആൻസർ വരിക അതാണ് ബി ആണ് ആൻസർ ആയിട്ട് വരിക, ബി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ജുഡീഷ്യൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. It judicially unified India. The British established a new system of law through the process of enactment and relevant interpretation of customary laws. Third, this general, the British tended to avoid the customary laws of India. ഇതിനകത്ത് which of the statements given above are correct? 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. ഇതാണ് കറക്റ്റ് എന്നാണ്. നോക്കിയേ, ഇറ്റ് ജുഡീഷ്യലി യൂണിഫൈഡ് ഇന്ത്യ. അതെന്താണ്? കറക്റ്റാണ്. ഇറ്റ് ജുഡീഷ്യലി യൂണിഫൈഡ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ജുഡീഷ്യൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ്, ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ സിസ്റ്റം ഓഫ് ലോ ത്രൂ ദ പ്രോസസ് ഓഫ് ഇനാക്ട്മെന്റ് ആൻഡ് റിലവൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കസ്റ്റമറി ലോസ്. അതെന്താണ്? അതും കറക്റ്റാണ്. അടുത്ത് നോക്കിയേ, ഇൻ ജനറൽ ദ ബ്രിട്ടീഷ് ടെൻഡഡ് ടു അവോയ്ഡ് ദ കസ്റ്റമറി ലോസ് ഓഫ് ഇന്ത്യ. നോക്കിയേ, ഒന്നിൽ പറഞ്ഞേക്കുന്നു കസ്റ്റമറി ലോസ് കൊണ്ടുവന്നു, രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നു കസ്റ്റമറി ലോസ് എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ 2ഉം 3ഉം കൂടെ ഒരുമിച്ച് വരണത് എന്തായാലും എന്താവത്തില്ല, ശരിയാവത്തില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. 2ഉം 3ഉം കൂടെ വരുന്നത് എലിമിനേറ്റ് ചെയ്താൽ പിന്നെ 1 and 2ഉം 1 and 3ഉം ആണുള്ളത്. പിന്നെ അത് ആൻസർ വരുന്നത് 1 and 2 ഒള്ളിയാണ്. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. 20 ക്വസ്റ്റ്യൻസും UPSC ലെവലാണ്. നമ്മുടെ കറണ്ട് PSC ട്രെൻഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യുമ്പോൾ ഉപകാരപ്പെടും കേട്ടോ. കാരണം നമുക്ക് മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ പലപ്പോഴും ഡിഗ്രി എക്സാമുകളിൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചിലതൊന്നും നമുക്ക് ട്രാൻസ്ലേഷൻ ഒന്നും മനസ്സിലാവത്തില്ല, കാരണം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ടായിരിക്കും ട്രാൻസ്ലേഷൻ ഇടുന്നത്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ബാക്കി പഠിക്കാൻ പറ്റാത്ത സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, മലയാളത്തിൽ പഠിക്കുക. നമുക്ക് പ്രിലിംസിന് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിലിംസിൻ്റെ ടോപ്പിക്ക് മാക്സിമം നമ്മൾ ഈ ഒരു 4-5 മാസം കൊണ്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ പുതിയ വീഡിയോസ് ഞാൻ കൂടുതലായിട്ട് ഇടാം. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം മുന്നോട്ട്. ഓക്കെ, താങ്ക് യു.